സുബഹി നിസ്കാരം കഴിഞ്ഞ് മുടങ്ങാതെ 100 പ്രാവശ്യം നിങ്ങൾ തസ്ബീഹ് ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന തസ്ബീഹ് നിങ്ങൾ ചൊല്ലിയാൽ ദുനിയാവ് നിങ്ങളെ പിന്നാലെ വരുമെന്ന് പറയുമ്പോൾ ന്യായമായി നമുക്കൊരു സംശയമുണ്ട്. എന്നാൽ ഇത് റസൂലുള്ളാഹി ചൊല്ലിയില്ലായിരുന്നോ? എന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകെ ദുനിയാവ് പോയില്ലായിരുന്നോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നു പോയാൽ ഞാൻ പറയുന്നു, ആ വിശ്വാസം തെറ്റാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ദുനിയാവ് വേണ്ടാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന് ചോദിച്ചാൽ അല്ലാഹു ദുനിയാവ് കൊടുക്കൂലേ? പക്ഷേ റസൂലുള്ളാഹിന് ദുനിയാവ് വേണ്ട. തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ 100 പ്രാവശ്യം സുബഹി നിസ്കാരം കഴിഞ്ഞ് മുടങ്ങാതെ ഈ വാക്ക് നിങ്ങൾ പറയണേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ദുനിയാവ് നിങ്ങളെ പിന്നാലെ വരുമെന്ന് സഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ അവിടെ ദുആ ചെയ്തതെന്താ? അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, നീ എന്നെ ഒരു അഗതിയായി ജീവിപ്പിക്കണേ അല്ലാഹ്. അഗതിയായിട്ട് തന്നെ മരിപ്പിക്കണേ അല്ലാഹ്. നാളെ അഗതികളോടൊപ്പം നാളെ നിന്റെ സ്വർഗ്ഗത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന് ദുനിയാവ് വേണ്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് ദുനിയാവ് വേണ്ട. എത്ര മഹാരഥന്മാരാണ് ദുനിയാവ് വേണ്ടെന്ന് വെച്ചവര്. മസ്ജിദുൽ ഹറമിനകത്തൊരു സൂഫിയായ മനുഷ്യൻ നിൽക്കുകയാണ്. വേഷമാകട്ടെ കീറിപ്പറഞ്ഞിരിക്കുകയാണ്. ആ വേഷത്തിൽ മുഴുവൻ കീറിപ്പറഞ്ഞ തുണി ഉടുത്തുകൊണ്ട് നിൽക്കുന്ന പാവപ്പെട്ട സൂഫിയായ മനുഷ്യൻ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് ധർമ്മിട്ടന് സമ്പന്നനുമായ ഒരാള്, ആ നാട്ടിലെ സമ്പന്നനുമാണ്, ധർമ്മിട്ടനുമാണ്. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നു, സഹോദരാ, നിങ്ങൾക്ക് എന്ത് വേണോ ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് തരാ. അതിന് മറുപടിയായി മസ്ജിദുൽ ഹറമിൽ വെച്ച് ആ മഹാൻ കൊടുത്തത് എന്തെന്നറിയോ? എന്റെ പൊന്നു സഹോദരാ, ഇത് അല്ലാഹുവിന്റെ വീടല്ലേ. ആ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ അല്ലാഹു അല്ലാത്ത ഒരാളോട് ചോദിക്കുന്നത് ശരിയാണോ? ആരാന്റെ വീട്ടിൽ നിന്നിട്ട് വേറൊരാളോട് ചോദിക്കുന്നത് ശരിയാണോ? ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നിടത്തോളം കാലം എന്റെ പടച്ചോനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ വീടല്ലല്ലോ, റബ്ബിന്റെ വീടല്ലേ, ബൈത്തുല്ലാഹിൽ ഹറാമല്ലേ. അതുകൊണ്ട് ഈ വീട്ടുകാരനോട് ചോദിക്കാതെ ഞാൻ നാട്ടുകാരോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ആ സമ്പന്നനും ധർമ്മിട്ടനുമായ സഹോദരൻ പള്ളിയുടെ പുറത്തിറങ്ങി കാത്തുനിന്നു. സൂഫിയായ മനുഷ്യനെ പുറത്തേക്ക് വരുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങളുടെ പള്ളിക്കകത്തല്ലല്ലോ, ഇപ്പൊ അല്ലാഹുവിന്റെ വീട്ടിലല്ലല്ലോ നിങ്ങളുള്ളത്, അതുകൊണ്ട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ തരാ. ആ സൂഫിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ദുനിയാവ് തരുമോ ആഖിറം തരുമോ? ആ സമയത്ത് ധർമ്മിട്ടൻ പറഞ്ഞു, ആഖിറം തരാൻ എനിക്ക് കഴിയൂലല്ലോ, എനിക്ക് പറ്റുന്ന ദുനിയാവ് തരലാണ്. ആ സമയത്ത് സൂഫിയായ മനുഷ്യന് മസ്ജിദുൽ ഹറമിന്റെ തിരുമുറ്റത്ത് വെച്ച് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഏ സഹോദരാ, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, ശരി തന്നെ, നിങ്ങളുടെ നല്ല ലക്ഷ്യവും അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷേ ഈ ദുനിയാവിന്റെ സൃഷ്ടാവായ ഖാലിഖായ പടച്ചവനോട് പോലും ഞാൻ ദുനിയാവ് ചോദിച്ചിട്ടില്ല. അല്ലാഹുവിനോട് പോലും ഞാൻ ദുനിയാവ് ചോദിച്ചിട്ടില്ല. പിന്നെയാണോ ഒരു മഖ്ലൂഖായ നിങ്ങളോട് ഞാൻ ദുനിയാവ് ചോദിക്കുക? അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈയൊഴിഞ്ഞവരാണ് മുന്നോറുകള്. സഹോദരങ്ങളെ, പട്ടുമെത്തയിൽ കിടന്നിട്ട് ചന്ദനക്കട്ടിൽ ഉറങ്ങിയിട്ട് മഹിളാരത്തിനങ്ങളുടെ താരാട്ട് പാട്ട് കേട്ട് മധുര 17 കൈമുട്ട് കേട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കൊടുങ്കാട്ടിലേക്ക് പോയി ഹിംസ്ര ജന്തുക്കളോടൊപ്പം മല്ലിട്ട് അല്ലാഹുവിനെ കണ്ടെത്തിയ സയ്യിദുനാ ഇബ്രാഹിമുൽ അദ്ഹമുൽ ഖുറാസാനി തങ്ങള് ഈ ലോകം വേണ്ടെന്ന് വെച്ചവരാ. കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് ദുനിയാവിനെ തള്ളിയിട്ട് ഈ കള്ളിപ്പെണ്ണിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞവരാണ്. സഹോദരങ്ങളെ, കേട്ടിട്ടില്ലേ? ഇന്നലില്ലാഹി ഇബാദന ഫുതനാ തുല്ലഖു ദുനിയാ വഖാഫുൽ ഫീതനാ. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തുല്ലഖു ദുനിയാ വഖാഫുൽ ഫീതനാ. അല്ലാഹുവിന് കുറെ ദാസന്മാരുണ്ട്, പടച്ചവന് സൂഫിയാക്കളായ ഔലിയാക്കളായ കുറെ ആളുകളുണ്ട്. അവരെന്താണ് ചെയ്തതെന്നറിയോ? അവര് ദുനിയാവിനെ മുത്തലാഖ് ചൊല്ലിയവരാ. അവര് ദുനിയാവിനെ മൊഴി ചൊല്ലിയിട്ട് വേണ്ട ഈ കള്ളിപ്പെണ്ണിനോടൊപ്പമുള്ള ജീവിതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ദുനിയാവിനെ മുത്തലാഖ് ചൊല്ലി പറഞ്ഞു വിട്ട
ഭാഗ്യപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവർക്ക് പ്രിയപ്പെട്ടവരെ ദുനിയാവ് ആവശ്യമില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ അങ്ങനല്ലല്ലോ. എനിക്കും നിങ്ങൾക്കും ദുനിയാവിനോട് ഭ്രമമല്ലേ, ദുനിയാവിനോട് താല്പര്യമല്ലേ, ദുനിയാവിനോട് ഇഷ്ടമല്ലേ? എന്നാ ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ പോകണ്ട. ആ ദുനിയാവ് നമ്മളുടെ പിന്നാലെ വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സുബഹി നിസ്കാരം കഴിഞ്ഞ നാളത്തെ സുപ്രഭാതം, നാളത്തെ കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോ, ബുധനാഴ്ചയുടെ പ്രഭാതം പൊട്ടിവിടരുമ്പോ, സുബഹി നിസ്കാരത്തിന് എഴുന്നേൽക്കുന്ന പെണ്ണേ, ഒരു 100 പ്രാവശ്യം നീ പറയണേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നിന്റെ കഷ്ടപ്പാട് മാറി കിട്ടും. നബിക്ക് സഹാബത്തിനും ദുനിയാവ് വേണ്ട. നമ്മള് പടച്ചോനോട് പറയും, എന്റെ പടച്ചോനെ നീ എന്നെ APL ആക്കി തരണം, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാക്കി തരണം. നേരെ പിറ്റേന്ന് പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയും, എന്നെ BPL ആക്കി തരണം. നേരം വെളുക്കുമ്പോ നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ചോദിക്കും, പടച്ചോനോട് മുകളിലും ചോദിക്കും. ഇത് നമുക്ക് ദുനിയാവിനോടുള്ള ഭ്രമമല്ലേ, ദുനിയാവിനോടുള്ള താല്പര്യമല്ലേ? എന്നാൽ മുന്നോറുകൾക്ക് ദുനിയാവ് വേണ്ടേ വേണ്ട. അവർക്ക് വേണമായിരുന്നെങ്കിൽ എന്തെല്ലാം ആകാമായിരുന്നു. റബ്ബിന്റെ മുന്നിലേക്ക് കൈ നീട്ടിയാൽ ആ കൈ വലിക്കുന്നതിന് മുമ്പ് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പടച്ചതമ്പുരാൻ തയ്യാറായിരിക്കുമ്പോൾ എനിക്കതൊന്നും വേണ്ട. അഗതികളോടൊപ്പമുള്ള ജീവിതമാണ്, അഗതിയോടൊപ്പമുള്ള മരണമാണ്, അഗതികളോടൊപ്പമുള്ള സഹവാസമാണ് പരലോകത്ത് വേണ്ടത് എന്ന് പറഞ്ഞ ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം പഠിച്ചോളി. ഒന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എത്ര സെക്കൻഡ് വേണം? ഇതെല്ലാവർക്കും പറയാം. 100 വയസ്സായ ഏതെങ്കിലും ഉമ്മാമാക്ക് പറയാൻ കഴിയാതെ വിഷമിച്ചോ? കുഞ്ഞിനോട് പറ പഠിക്കാൻ. ഇപ്പോഴും കുഞ്ഞ് പോറ്റിയെ കേറ്റിയെ അത് എന്റെ കുഞ്ഞുങ്ങളിപ്പോ ഏതൊരു ട്രെൻഡ്, പാലാപ്പള്ളി പുതുപ്പള്ളിയായിരുന്നു കുറെ നാള്. ഓരോ പാട്ടിറങ്ങുമ്പോ അതിന്റെ പിന്നാലെ കുഞ്ഞുങ്ങൾ പോകും. ഈ ആവേശവും ഈ ബുദ്ധിയും ഖുർആൻ പഠിക്കുന്നതിലുണ്ടായാൽ കേരളത്തിലെ ഹാഫിളീങ്ങളെ കൊണ്ട് വഴിയടക്കാൻ പറ്റൂല. ഈ പോറ്റിയെ കേറ്റിയെ പഠിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ട് ഇത് പഠിപ്പിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എത്ര സിമ്പിളാണ്. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് സിമ്പിളാണ്. തഖീലത്താനി ഫിൽ മീസാൻ, നാളെ മീസാനിൽ നന്മയുടെ തുലാസിന് ഭാരം തൂങ്ങും. രക്ഷപ്പെടണ്ടേ? അത് ഭാരം തൂങ്ങിയാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. വേറെ എന്ത് തിന്മകളും ദുഷ്കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടെ എടുത്തൊരു തട്ടിൽ വെച്ചിട്ട് അടുത്ത തട്ടില് ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ളത് എടുത്തു വെക്കുമ്പോ അത് താണാൽ നമ്മൾ രക്ഷപ്പെട്ടു, അത് താഴ്ന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഒന്ന്. ഇനി രണ്ടാമത്തെ ദിക്ർ. 3 ദിക്റുണ്ട്, 2 അമലുണ്ട്. ഇനി രണ്ടാമത്തെ ദിക്ർ ശ്രദ്ധിച്ചു കേട്ടോ. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ പരലോകത്ത് നന്മയുടെ തുലാസിന് ഭാരം തൂങ്ങാൻ, മീസാനിൽ അവന്റെ നന്മയുടെ തട്ടിന് ഭാരം തൂങ്ങാനുള്ള രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്, അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ, ആ ദിക്ർ തഹീൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഹംദ്, പ്രിയപ്പെട്ടവരെ, നാളെ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്നതാണ്. ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുമോ നിങ്ങൾ? ഇതെപ്പോഴാണ് നമ്മൾ പറയുന്നത്? പാർട്ടി വിജയിച്ചു, അൽഹംദുലില്ലാഹ്. വാപ്പാക്ക് ഗൾഫിൽ നല്ല ജോലി, സാലറി കിട്ടി, അൽഹംദുലില്ലാഹ്. ഭാര്യയ്ക്ക് PSC ടെസ്റ്റിൽ പാസ്സായി, അൽഹംദുലില്ലാഹ്. മകളെ SSLC പാസ്സായി, അൽഹംദുലില്ലാഹ്. തന്റെ മകനെ
നല്ല ഒരു കച്ചവട സ്ഥാപനത്തിൽ ലാഭം കിട്ടി, അൽഹംദുലില്ലാഹ്. നമ്മൾ ഇങ്ങനെയാണല്ലോ അൽഹംദുലില്ലാഹ് പറയാ. പോരവങ്ങളെ സന്തോഷം വരുമ്പോൾ മാത്രമല്ല ഹംദ് പറയേണ്ടത്, സന്തോഷം വരുമ്പോ മാത്രമല്ല ഹംദ് പറയേണ്ടത്. അൽഹംദുലില്ലാഹ് പറയേണ്ടത് എപ്പോഴാണ്? അല്ലദീന യഹ്മിദൂനല്ലാഹ ബിസ്സറാഇ വദ്ദറാ. നിന്നെ സന്തോഷം വേട്ടയാടും, സന്തോഷം നിന്നെ വല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നിനക്ക് പ്രേരണ തരുമ്പോൾ, ദുഃഖം നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുമ്പോൾ നീ സന്തോഷത്തിലും സന്താപത്തിലും പറയണം പെങ്ങളെ അൽഹംദുലില്ലാഹ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോടൊപ്പം യാത്ര തിരിച്ച ഒരു മനുഷ്യന്, അദ്ദേഹം മുതിർന്ന താബീങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം യാത്ര തിരിച്ചു പോകുമ്പോ കാലിലൊരു വേദന വന്നു. ആ കാല് വേദനിച്ചു, വല്ലാത്ത വേദനയാണ്. അന്നത്തെ ബിഷപ്പന്മാരെ സമീപിക്കുന്ന ശൈലിയുണ്ട്. ആ രോഗത്തിന്റെ പേര് അറബിയിൽ പറയുന്നത് ആക്കിലത്ത് എന്നാണ്. ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ കാർന്ന് കാർന്ന് തിന്നുന്നത്. റീജിയണൽ ക്യാൻസർ സെന്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ? തലസ്ഥാന നഗരിയിൽ RCC. അവിടെ RCCയിൽ വരുന്ന ക്യാൻസർ രോഗികള്, ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് തന്നെ ഖറാബ് എന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഖറാബ് എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, ഞണ്ട്. അത് വല്ലാതെ ഇറുക്കി ഇറുക്കി നമ്മളെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. അതിന്റെ അറബി ഭാഷയാണ് ആക്കിലത്ത്. ഈ ആക്കിലത്ത് എന്ന രോഗം പിടിപെട്ടു മുതിർന്ന താബീങ്ങളിൽപ്പെട്ട മഹാന്. അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞത് കാല് മുറിക്കണമെന്നാണ്. ആദ്യമൊക്കെ അദ്ദേഹം നിരസിച്ചു, പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ കാല് മുറിക്കാൻ സമ്മതിച്ചു. അങ്ങനെ കാല് മുറിക്കുകയാണ്. ഇന്നത്തെ പോലെ അനസ്തേഷ്യോളജി ഇല്ലല്ലോ, ഇന്നത്തെ പോലെ മയക്കുന്ന ഡോക്ടർ ഇല്ലല്ലോ. അന്നെങ്ങനെയാണെന്നറിയോ? മദ്യം കൊടുക്കുകയാണ്. ആ മദ്യം കുടിച്ചിട്ട് അവന് മതം വരുന്ന സമയത്തെ കാല് മുറിച്ചു മാറ്റുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്റെ റസൂല് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, ഞാനതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പിടിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ഡോക്ടർ പറഞ്ഞു, കാല് മുറിച്ചു മാറ്റിയേ പറ്റുള്ളൂ, അതിന് നിങ്ങളെ മയക്കിയാലേ പറ്റുള്ളൂ. വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയാതെ നിങ്ങൾക്ക് കാല് മുറിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. അവസാനം അദ്ദേഹം ഒരു ഉപാധി അങ്ങോട്ട് വെച്ചു. ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം, കൈകൊണ്ട് കെട്ടുമ്പോ നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമസ്കാരം ആരംഭിച്ചു. ഇത് മനുഷ്യനാണോ? ഇത് മനുഷ്യനാണോ? പ്രിയപ്പെട്ടവരെ, അത്ഭുതമാണ്. അങ്ങനെ കാല് മുറിച്ചു. കാല് മുറിച്ചപ്പോ മുറിക്കപ്പെട്ട കാലിൽ നോക്കിയിട്ട് വിരുമ്പി കരഞ്ഞില്ല. ആ മുറിക്കപ്പെട്ട കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, നിനക്കെത്ര സർവസ്തുതിയാണ് റബ്ബേ. എനിക്ക് 4 അവയവങ്ങൾ നീ തന്നു, 2 കൈയും 2 കാല്, എന്നിട്ട് 3 എണ്ണം എനിക്ക് തന്നിട്ട് ഒന്നല്ലേ തിരിച്ചെടുത്തോളൂ റബ്ബേ. എനിക്ക് 3 എണ്ണം തിരിച്ചു തന്നിട്ട് 1 നീ തിരിച്ചെടുത്തല്ല റബ്ബേ. അൽഹംദുലില്ലാഹ്. അവിടുന്ന് യാത്ര ആരംഭിച്ചു. ഏകാശ്രയം മകനാണ്, കാലില്ലല്ലോ. ആ മകനോടൊത്ത് യാത്ര പോകുമ്പോ സുബ്ഹാനല്ലാഹ്, പരീക്ഷണം വിടാതെ പിന്നാലെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകന് കുതിരയുടെ അടികൊണ്ട് മരിക്കുകയാണ്. കുതിരയുടെ ചവിട്ടേറ്റ് മരിക്കുകയാണ്. ആ മരണമറിഞ്ഞപ്പോൾ കാല് മുറിക്കപ്പെട്ട വേദന, അതിനുശേഷം ഏകാശ്രയമായ മകന്റെ മരണം, ഈ മരണമെന്നറിഞ്ഞപ്പോ ആ മനുഷ്യൻ ദുആ ചെയ്തതെന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്ക് സർവസ്തുതി. 7 മക്കളെ എനിക്ക് തന്നിട്ട് 6 എണ്ണത്തിനെ എന്റെ കയ്യിൽ തന്നിട്ട് 1 റബ്ബേ തിരിച്ചെടുത്തോളൂ. 6 എണ്ണവും എനിക്ക് നീ തന്നല്ലോ, അതിൽ 1 നീ തിരിച്ചെടുത്തു. അൽഹംദുലില്ലാഹ്. എന്റെ പെങ്ങളെ, പ്രതിസന്ധിയുടെ ഘട്ടത്തില്, പരീക്ഷണങ്ങളുടെ ഘട്ടത്തില് അല്ലാഹു പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മളെ പിന്നാലെ വരുമ്പോ അപ്പോഴെല്ലാം നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. രോഗം കഠിനമായപ്പോ 4 ഭാര്യമാരും ഇട്ടിട്ട് പോയി. തന്റെ സന്താനങ്ങളെല്ലാം മരിച്ചു വീണു, കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങി, കൃഷിയിടങ്ങളെല്ലാം വരണ്ടുണങ്ങി. പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗം പിടിപെടുമ്പോ ഒരു മനുഷ്യനിരുന്നു കൊണ്ട് പടച്ചവനോട് പറഞ്ഞത്, അല്ലാഹുവേ റബ്ബി നീ മസനിയല്ലുറോ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും അന്ത അർഹമുർ റഹീമീൻ,
നീ കരുണാമയനാണ് റബ്ബേ, നീ കാരുണ്യവാനാണ് റബ്ബേ, നീ എത്ര കരുണാമയനാണ് അല്ലാഹ്. കാരുണ്യത്തിന്റെ കേദാരമാണ്, സ്നേഹത്തിന്റെ സാഗരമാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനുഷ്യനെ പറ്റി പറഞ്ഞതെന്നറിയോ? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇത്ര നല്ല ക്ഷമിക്കാൻ കഴിവുള്ള ഈ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുകയാ. ആരാണ് ആ മനുഷ്യനെന്നല്ലേ? സയ്യിദുനാ നബി അയ്യൂബ് അലൈഹിസ്സലാം. പ്രതിസന്ധികൾ വരുമ്പോൾ പറയണം മോളെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ അംഗം പരാജയപ്പെട്ടു പോകുമ്പോ നിന്റെ നാവിൽ നിന്ന് പുറത്തു വരണം, എന്നെ ഇവരെ തേച്ചെന്നല്ല പറയേണ്ടത്. അൽഹംദുലില്ലാഹ്, വിജയിച്ചു. ഇന്ന് കൗൺസിലറാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, അല്ലെങ്കിൽ ചെയർപേഴ്സണലാണ്, അല്ലെങ്കിൽ വാർഡ് മെമ്പറാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അപ്പോഴും നീ പറയണം അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നുള്ളത് അല്ലദീന യഹ്മിദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ, സന്തോഷത്തിലെ സന്താപത്തിലെ പറയാനുള്ളതാണ്. ഒരു മുഅ്മിനെ നിന്റെ ജീവിതത്തിലേറെ സമയത്ത് നീ പറയണം അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞാൽ അത് തംലഉൽ മീസാൻ, അത് മീസാനിലെ നന്മയുടെ തുലാസിനെ ഭാരം തൂക്കുമെന്ന് ശഫീഉൽ മുദ്നിബീൻ നബിയുൽ സഖലൈൻ ഇമാമുൽ മുത്തഖി ത്വഹ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ദിക്ർ അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. മീസാനിൽ ഭാരം തൂങ്ങുന്ന രണ്ടാമത്തെ ദിക്റാണ് അൽഹംദുലില്ലാഹ്. എപ്പോഴും പറയണം. നമ്മൾ അറിഞ്ഞോ അറിയാതെ എപ്പോഴും പറയണം. രാവിലെ എണീച്ചു എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ. മരിച്ചു കിടത്തിയിരുന്ന എന്നെ തിരിച്ച് ജീവൻ നൽകി എന്നെ ഉണർത്തിയെടുത്ത റബ്ബേ അൽഹംദുലില്ലാഹ്. നേരെ ബാത്റൂമിലോട്ട് കയറുക. വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി അല്ലദീ അൽഹംദു ഗഫറാനക അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫ. എന്റെ വയറിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി എന്നെ നല്ല ഫ്രഷ് ആക്കിയ പടച്ചോനെ നിനക്ക് സർവസ്തുതി. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ബെഡ് കോഫി അത് നിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു. അപ്പോഴും നീ പറയുന്നു കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, എന്റെ തൊണ്ടയ്ക്ക് താഴെ വെള്ളം ഇറക്കി തന്നല്ലോ നീ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, ആ കുടിക്കുമ്പോൾ നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹ്. എന്താ അതിന്റെ യുക്തി അറിയോ? വെള്ളമില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. അങ്ങ് ഫലസ്തീനിൽ പാവപ്പെട്ട ഫലസ്തീൻ മക്കൾ, അവരുടെ അവസ്ഥ പേ പിടിച്ച നായ്ക്കളക്കാൽ കഴുപ്പണം കെട്ടുപോയ ഇസ്രായേലിന്റെ ക്രൂരന്മാരായ പട്ടാളം വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു വണ്ടി പോലും കയറ്റിവിടാതെ പതിനായിരക്കണക്കിന് ആളുകൾ തുരുത്തിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിന്റെ പ്രതിനിധികൾ കടന്നു വന്ന് 1000 അല്ലെങ്കിൽ 100 പേർക്കോ ഉള്ള ഭക്ഷണവുമായിട്ട് ചെറിയ ഒരു വണ്ടി കയറ്റിവിട്ടാൽ വിശപ്പിന്റെയും ദാഹത്തിന്റെയും പാരമ്പര്യയിൽ ഫലസ്തീന്റെ മക്കൾ വാഹനം നിർത്താതെ മുന്നോട്ട് പോകുന്ന ആ ഭക്ഷണ കിറ്റുമായി വരുന്ന ബിരിയാണിയല്ല, മട്ടനും ചിക്കനും ബീഫും ബിരിയാണിയല്ല, 1-2 റൊട്ടി കഷ്ണങ്ങൾ മാത്രം അതുമായി വരുന്ന വാഹനങ്ങൾ നിർത്താതെ പോകുമ്പോ ഒക്കെ പിരിക്കുന്ന കുഞ്ഞുങ്ങളെ വാഹനങ്ങളുടെ ഗ്ലാസിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കുട്ടികൾ ചെന്നിട്ട് ഗ്ലാസിൽ അടിച്ച് നിലത്തു വീഴുമ്പോ വണ്ടി നിർത്തുന്നു ഡ്രൈവർ. ഓടിച്ചെന്നിട്ട് കുഞ്ഞിനെടുത്ത് തുരുതുരെ ചുംബനം കൊടുക്കുകയല്ല, ഓടിച്ചെന്നിട്ട് ഭക്ഷണം എടുത്തിട്ട് ആർത്തിയോടെ കുഞ്ഞിനെയും എടുത്തു കൊണ്ടുപോയി വാരി തിന്നുകയാ. വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ മുമ്പിലേക്ക് 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്നിടത്ത് 10% വരുന്ന 1000-കണക്കിന് ആളുകൾക്ക് ഭക്ഷണവുമായി വരുന്നവർക്ക് കയ്യിൽ കയ്യൂക്കുള്ളവന് കാര്യക്കാരൻ, ചിലരുടെ കയ്യിൽ ഭക്ഷണ കിറ്റ് കിട്ടിയാൽ ആർത്തിയോടെ വിശപ്പിന്റെ വിളിയാളം മൂലം കയ്യിലിരിക്കുന്ന ചരൽ കല്ലുകൾ കൊണ്ട് ഓടി വന്നിട്ട് ഭക്ഷണ കിറ്റ് കിട്ടിയവന്റെ വേഗത്ത് മുറിവുണ്ടാക്കിയിട്ട് അവൻ വേദന കൊണ്ട് കയ്യിരിക്കുന്ന ഭക്ഷണപ്പൊതി വലിച്ചെറിയുമ്പോ ഓടിച്ചെന്ന് വാരിയെടുത്തിട്ട് മക്കൾക്ക് വാരി കൊടുക്കുന്ന ഫലസ്തീന്റെ മക്കൾ, കഷ്ടപ്പെടുന്ന 100-കണക്കിന് 1000-കണക്കിന് ഫലസ്തീന്റെ മക്കൾ പ്രയാസത്തിലും നൊമ്പരത്തിലുമായി ഇന്നും കഴിയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ വന്ന ഒരാൾ ഈ വട്ടിയേര എന്ന് പറയുന്ന സ്ഥലത്തുണ്ടോ ചോദിക്കുകയാണ്. ഉണ്ടോ സഹോദരങ്ങളെ?
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന സൗഭാഗ്യം എത്ര വലുതാണ്. ഇനി ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ, വെള്ളം ഉണ്ടെങ്കിൽ തന്നെ, ആ വെള്ളത്തിൽ കട്ടി കനം കൂടിയിട്ട് വെള്ളം ഉപയോഗശൂന്യമായ എത്രയോ സ്ഥലങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ, ഇത് കണ്ണൂർ ജില്ലയാണ്, ആലപ്പുഴ ജില്ലയിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ വീടിനകത്ത് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ വലിയ വലിയ കന്നാസുകൾ നിറച്ചു വെള്ളം വെച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് വെള്ളത്തിന്റെ സെയിലുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ വെള്ളം വാഷിങ്ങിന് മാത്രമേ പറ്റുള്ളൂ, കുടിക്കാൻ പറ്റൂല, കാരണം വെള്ളത്തിന്റെ കട്ടി കൂടുതലാണ്. അങ്ങനെയൊക്കെ ഉണ്ട്, നമുക്കിതൊന്നും അറിയില്ലല്ലോ. വെള്ളം കുടിച്ചാൽ ദാഹം ശമിക്കാത്ത രീതിയിൽ വെള്ളത്തിന്റെ കട്ടി കാരണം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ വീട്ടിലെ കിണർ അങ്ങനെ ആക്കിയോ പടച്ച തമ്പുരാൻ? ഇല്ല. ഇനി നല്ല വെള്ളമുണ്ട്, കുടിക്കാൻ യോഗ്യവുമാണെന്നിരിക്കട്ടെ, RCC നിങ്ങൾ പോയി നോക്ക്, തൊണ്ടയ്ക്ക് താഴെ വെള്ളമിറങ്ങാത്ത എത്രയോ പേർ. സഹോദരങ്ങളെ, നമ്മുടെ ഈ യാത്രകളിൽ ഇങ്ങനെ ഒരുപാട് യാത്രകൾ, ഇന്നിപ്പോ ഓക്കെ ഫാറൂഖ് എന്ന് പറയുന്ന സഹോദരൻ അല്ലെ, റഫീഖ്, അദ്ദേഹം മദീനയിൽ നൂറുകണക്കിന് മയ്യത്തുകൾ മറമാടിയ ഒരു സഹോദരൻ. അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ശക്തമായ ഒരു വലിയ പേരാണ് ഓക്കെ റഫീഖ് എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹത്തിന്റെ വാപ്പയുടെ ഉമ്മയുടെ ഖബർ ഈ മഹല്ലത്ത് പള്ളിയിലാണ്. അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. വലിയ പ്രവർത്തകനാണ്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എന്റെ കയ്യിൽ ഒരു ചെറിയ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ പിരിവ് തുടങ്ങുന്നില്ല, 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പിരിക്കുള്ളൂ. ആരും പോകൂല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ, തൊണ്ടയ്ക്ക് താഴെ വെള്ളമിറങ്ങാത്തവർ, നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് പേരെ കാണേണ്ടി വരും. ഒരുപാട് പേര്. എന്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹം 10-60 വയസ്സിന് താഴെ പ്രായമായി, കാണാൻ സുമുഖനാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. നല്ല സമയത്ത് അദ്ദേഹം കഷ്ടപ്പെട്ട് ചായ പീടിക നടത്തിയിട്ട് തന്റെ കുടുംബത്തെ പോറ്റിയ സഹോദരൻ. അദ്ദേഹം, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം എന്നോട് പറയുന്നത്, ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു ഒരു ദിവസം 1.5 ഗ്ലാസ് വെള്ളം. ഒരു ദിവസം 1.5 ഗ്ലാസ് വെള്ളം വിത്ത് കറി. ഞാൻ പറയുന്ന മനസ്സിലായോ? 1.5 ഗ്ലാസ് വെള്ളമേ കുടിക്കാവൂ, രാവിലെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ. എന്നെ കാണുമ്പോ പലരും പറയുന്നത്, നിങ്ങൾ ഒരു 5 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് ദിവസം. കാരണം ഓരോരുത്തർ 20 കിലോ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം. ഇർഫാനി ഉസ്താദിന് പിന്നെ അങ്ങനെ 1 ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമില്ല. കല്യാണം കഴിച്ചില്ലേ? പെണ്ണിട്ട് കൊടുക്കണ്ടേ? അപ്പോ 1.5 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം. നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഇത് പലതിൽ ചിലത് മാത്രം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയ ഒരു കുഞ്ഞുമോള്. ഡോക്ടർ പറഞ്ഞു, പനിക്കുള്ള മരുന്ന് കൊടുത്തിട്ട് കിഡ്നി സംബന്ധമായ പ്രശ്നം ഉണ്ടായി. സഹോദരിമാര് നന്നായിട്ട് കേക്ക്. കുഞ്ഞിന് പനിക്ക് മരുന്ന് കൊടുത്തു. ആ മരുന്നിന്റെ പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ മരുന്ന് കൊടുത്തിട്ട് അത് ഒരു പിന്നെ നിരോധിത മരുന്നല്ലെങ്കിൽ പോലും അത്രയും ബുദ്ധിമുട്ടുന്ന കുട്ടിക്ക് മാത്രമേ ഡോക്ടേഴ്സ് അത് എഴുതി കൊടുക്കാറുള്ളൂ. ആ മരുന്ന് കുടിച്ചിട്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞിന് കിഡ്നിക്ക് തകരാറ് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്, കിഡ്നി ഡാമേജ് ആവും. കുട്ടിയുടെ വാപ്പ, ഞാൻ ആശുപത്രിയിൽ പോകുമ്പോ ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ SAT തിരുവനന്തപുരത്ത് ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരനെ മുറ്റത്ത് വെച്ച് കാണുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്റെ കുഞ്ഞിന് രോഗം വന്നതല്ല എനിക്ക് വിഷമം, എന്റെ കുഞ്ഞിന് ഈ അവസ്ഥ വന്നതല്ല എന്റെ പ്രശ്നം, എന്റെ കുഞ്ഞ് ദാഹിച്ചിട്ട് വിളിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. അവസാനം ആരും കാണാതെ കോട്ടൺ പഞ്ഞിയിൽ വെള്ളം മുക്കിയിട്ട് ചുണ്ടിൽ ഇങ്ങനെ തേച്ചു കൊടുക്കുന്നു. ആ ഒരു അവസ്ഥ അള്ളാഹു വരുത്താതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം കുടിച്ചൂടെ, ഇഷ്ടമുള്ള സമയത്ത് കുടിച്ചൂടെ? വീട്ടിൽ യഥേഷ്ടം നമുക്ക് വെള്ളമില്ലേ?
ഉപ്പാപ്പമാര് പുഴയിൽ കണ്ട്, നമ്മുടെ വാപ്പമാര് തോട്ടിൽ കണ്ട്, നമ്മളെ കിണറിൽ കണ്ട്, നമ്മുടെ അടുത്ത തലമുറ റൂമിൽ പൈപ്പിൽ കണ്ടു, ഇന്നത്തെ തലമുറ കുപ്പിയിൽ കാണുന്നു. ഇനി നാളെ അവർ എവിടെ കാണുമെന്ന സംശയം. ആ രീതിയിൽ സുലഭമായി വെള്ളം അല്ലാഹു തന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മൾ എത്ര പറഞ്ഞാൽ മതിയാവും? നിങ്ങൾ ശ്രദ്ധിക്കും, മനസ്സിലാക്കുമെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെ ഓർത്തിട്ടാണ് റബ്ബേ, വെള്ളമില്ലാത്ത നാട്, വെള്ളം കുടിക്കാൻ യോഗ്യമല്ലാത്ത മണ്ണ്, വെള്ളം ഇറങ്ങാത്ത മനുഷ്യർ, അതിൽ നിന്നൊക്കെ നീ എന്നെ രക്ഷപ്പെടുത്തി. അൽഹംദുലില്ലാഹ്. പക്ഷേ ആ അൽഹംദുലില്ലാഹ്ക്ക് രണ്ടാമതൊരു അൽഹംദുലില്ലാഹ് കൂടി പറയണം. പടച്ചവനെ, കാളകളെ പോലെ വെള്ളം കുടിച്ചിട്ട് പോകാതെ ഒരു ഹംദ് പറയാൻ നീ എന്നെ തിരഞ്ഞെടുത്തല്ലോ, അൽഹംദുലില്ലാഹ്. ഈ രണ്ടാമത് പറഞ്ഞതിന് മൂന്നാമത് പറയണം. പടച്ചവനെ, വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നീ എനിക്ക് തൗഫീഖ് തന്നല്ലോ എന്ന് ഓർത്തിട്ട് നിന്നെ വീണ്ടും സ്തുതിക്കാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ, അൽഹംദുലില്ലാഹ്. 3 ന് 4, 4 ന് 5, 5 ന് 6, 6 ന് 7. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 1 കോടി അൽഹംദുലില്ലാഹ് പറഞ്ഞാലും കടം ബാക്കിയാണ്. നമുക്കറിയോ, ഭർത്താവ് ഒഴിച്ചു തരുന്ന കള്ളം വീട്ടിൽ ഇരുന്നുകൊണ്ട് കുടിച്ചിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ മദ്യപിക്കുന്ന കാലം. നിങ്ങളല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടന്മാരെന്ന് ഞാൻ പറയും. മുസ്ലിം പട്ടമിട്ട പെൺകുട്ടികൾ വിവിധ ജില്ലകളിൽ കോളേജിലേക്ക് പോകുന്ന മുസ്ലിം ബാപ്പാന്റെ കുടുംബത്തിലെ രേതസ്കണത്തിൽ നിന്നും ഉമ്മാന്റെ ഗർഭാശയത്തിൽ വളർന്ന് മുസ്ലിമായി പിറന്ന് തട്ടവുമിട്ട് ഹിജാബും ധരിച്ച് പർദയുമിട്ട് അലിഫ് എന്ന ആദ്യാക്ഷരം എഴുതി അദബ് പഠിപ്പിച്ച് അല്ലാഹ് എന്ന് വിളിച്ച പെൺകുട്ടികൾ, +1 നും +2 നും പഠിക്കുന്ന പെൺകുട്ടികൾ കഞ്ചാവിനെ ക്രയവിക്രയം ചെയ്ത് കഞ്ചാവ് ഉപയോഗിക്കുന്ന നൂറുകണക്കിന് പെൺകുട്ടികളെ ഓരോ നാട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമുദായത്തിന്റെ പോക്ക് അങ്ങോട്ട്. വാഴത്തിന് കുറവല്ലോ, മജ്‌ലിസ് നൂറിന് കുറവല്ലോ ഉണ്ടോ, ദിക്ർ ഹൽഖയ്ക്ക് കുറവല്ലോ ഉണ്ടോ? ഒന്നിനൊരു കുറവില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നോടും നിങ്ങളോടും പറയുന്നു, നമ്മൾ സന്തോഷത്തോടെ ഓടിച്ചാടി നടന്നത് അവസാനിക്കാൻ ഈ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹംദ് പറഞ്ഞ് പടച്ചവനിലേക്ക് മടങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ 1 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, 2 അൽഹംദുലില്ലാഹ്. ഇത് എപ്പോഴൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കാനുള്ള ആരോഗ്യമില്ല. ഇനി മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, പടച്ചതമ്പുരാനേ, എനിക്ക് നീ പഠിപ്പിച്ചു തരണം. അത് നിന്നെ ഓർക്കാനും നിനക്ക് വേണ്ടി എപ്പോഴും ദിക്ർ ചൊല്ലാനും എനിക്ക് ദുആരക്കുമ്പോൾ പറയാനും എനിക്കായിട്ട് നീ ഒന്ന് പഠിപ്പിച്ചു തരുവോ തമ്പുരാനെ. ഇമാം നസായി, ഇമാം അഹ്മദും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കലീമുല്ലാഹി മൂസാ നബി പടച്ചവനോട് ചോദിച്ചു, അല്ലിംനി ശൈആ, എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അദ്കുറുക, നിന്നെ ഓർക്കാനോ, അതുകൊണ്ട് നിന്നോട് ദുആ ചെയ്യാനും എനിക്കത് വേണം. എനിക്ക് നീ അതിന് തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു മൂസാ നബിക്ക്. ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ശ്രദ്ധയോടെ കേട്ടോ. ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബിയെ, അങ്ങ് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതങ്ങോട്ട് കേട്ടപ്പോ മൂസാ നബി പടച്ചോനോട് പറയുന്നു, പടച്ചോനെ, കുല്ലു ഇബാദിക ഇതെല്ലാരും പറയുന്നതല്ലേ തമ്പുരാനെ? ഇത് ലോകത്തുള്ള എല്ലാവരും പറഞ്ഞതല്ലേ പടച്ചോനെ? അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിച്ചത് എനിക്ക് മാത്രമായി ഒരു സ്പെഷ്യൽ ദിക്റാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, യാ മൂസാ ലൗ അന്ന സമാവാതി വൽ അർള്, ആകാശഭൂമികൾ, 7 ആകാശവും 7 ഭൂമിയും അതിലുള്ള സർവ്വചരാചരങ്ങളും മാമരങ്ങളും മാമലകളും സാഗരങ്ങളും വൃക്ഷലതാദികളും പക്ഷിപർവാദികളും എല്ലാം എടുത്ത് ഒരു തട്ടിൽ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എടുത്തും മറ്റേ തട്ടിൽ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന തട്ടിനാണ് ഭാരമുള്ളത്. മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഈ ലോകത്തെ ഏറ്റവും വലിയ വാചകം ഏതെന്നറിയോ എന്റെ വട്ടിയാരയിലെ സഹോദരിമാരെ? ഏതാണ് ആ വാചകമെന്നറിയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ?
നമ്മളെ ഭാഗ്യവാന്മാരാ. തീവ്രവാദികളെന്ന് വിളിച്ചാൽ, ഭീകരന്മാരെന്ന് പറഞ്ഞാൽ, സിഐയും അതുപോലെ NRCയും കൊണ്ടുവന്ന് SIR-ലൂടെ നമ്മളെ പൗരത്വം നഷ്ടപ്പെടുത്തിയിട്ട് പുറന്തള്ളാൻ ശ്രമിച്ചാൽ, ആരൊക്കെ നമ്മളെ വർഗീയവാദികളായി ചിത്രീകരിച്ചാൽ, നമ്മുടെ പള്ളികളെല്ലാം ബുൾഡോസറിന്റെ മുകളിൽ വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്താൽ, ഹിജാബ് ധരിക്കുന്ന മുസ്ലിം പെണ്ണിന്റെ ഹിജാബ് സദസ്സിൽ നിന്ന് മന്ത്രിമാര് പോലും പിടിച്ച് താഴ്ക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യുന്ന എവിടെന്നോ കയറി വന്ന തോന്നിയാസികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പടപൊരുതിയ അവരുടെ പിന്നോക്കക്കാരായ, അവരുടെ പിന്തലമുറക്കാരായ നമ്മളോട് പൗരത്വം ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ, ഒരുത്തരുമല്ല കൊടുക്കാത്ത മഹാസൗഭാഗ്യത്തിന്റെ വാചകം, ആർക്കുമല്ല കൊടുക്കാത്ത സൗഭാഗ്യത്തിന്റെ വാചകം, ഇതുവരെ ഒരുത്തരും അല്ലാഹു കൊടുക്കാത്ത ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വാചകം ആർക്കുമല്ല കൊടുത്തിട്ടില്ല. മന്ത്രി പുങ്കവന്മാർക്ക് പലർക്കുമല്ല കൊടുത്തിട്ടില്ല, അധികാരി വർഗത്തിന് പലർക്കുമല്ല കൊടുത്തിട്ടില്ല, സമ്പന്നന്മാർക്ക് പലർക്കുമല്ല കൊടുത്തിട്ടില്ല. ആ മനോഹരമായ വാചകം ഏതാണ്? ലൗ അന്ന സമാവാതി വല്ലറൽ, ഏഴാകാശവും ഏഴ് ഭൂമികൾ ഫീ കിഫത്തിൻ മൂസാ നബിയെ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഒരു തട്ടിൽ വെച്ചാൽ ആ തട്ടിലാണ് ഭാരം മൂസാ നബിയെ. ഇത് അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞെന്ന് ഇമാം നസായി, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലെ കാണാം. ഇനി ഞാൻ പറയട്ടെ, നാളെ പരലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിലെ പ്രിയപ്പെട്ടവരെ 99 പേജ്, 99 പിന്നെ ഏടുകൾ, 99 കുറ്റപത്രങ്ങൾ നമ്മുടെ കയ്യിൽ തരികയാ. 99 കുറ്റപത്രങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ തരുന്നു. 99 കുറ്റപത്രങ്ങൾ തരികയാണ്. എന്റെ തോന്നിയാസങ്ങള്, എന്റെ ആരുമറിയാതെ ചെയ്ത പാപങ്ങള്, നിങ്ങളുടെ പാപങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ച റഖീബത്തീദ് മലക്കുകളില്ലാതെ ഒരു വാക്കും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ആ ഏട്, ആ കർമ്മപുസ്തകം, നമ്മുടെ കുറ്റപത്രം നമ്മുടെ കയ്യിൽ തരുന്നു. 99 പുസ്തകമാണ്. ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? മദ്ദൽ ബസരി, കണ്ണെത്താ ദൂരത്തോളമാണ്, കണ്ണെത്താ ദൂരത്തോളമാണ്, കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന കുറ്റപത്രം, അത് 99 നമ്മുടെ കൈവശയിൽ തരികയാണ്. അത് വായിച്ചു നോക്കിയിട്ട് അല്ലാഹു ചോദിക്കുന്നു, അത്തുങ്കിറു മിൻ ഹാദാ, അത്തുങ്കിറു മിൻ ഹാദാ, ഇതിൽ നിന്ന് ഏതെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? അത്തുങ്കിറു മിൻ ഹാദാ ശൈആ, ഈ വായിച്ചതിൽ ഏതെങ്കിലും നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? അധികാരത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്ന് പാപപ്പെട്ടവനെ ശാന്തീകരിച്ചവന്മാര് മുഴുവനും അവിടെ പഞ്ചപുച്ഛമടക്കിയിട്ട് പറയില്ല, റബ്ബ് പടച്ചോനെ ഇല്ല, ഒന്നും നിഷേധിക്കുന്നില്ല. അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു ചോദിക്കുന്നു, എന്റെ മലക്കുകൾ, എന്റെ റിപ്പോർട്ടർമാര് നിന്നോട് അക്രമം ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല പടച്ചോനെ, അവരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളൂ. അല്ലാഹു ചോദിക്കുന്നു, അഫലക ഉദുർ, നിനക്ക് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോടോ? അല്ലാഹുവേ, ഒന്നുമില്ല. ആ സമയത്ത് മുഅ്മിനീങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്, മുഅ്മിനീങ്ങളെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, നീ എന്താ പ്രതീക്ഷിക്കുന്നത്? പടച്ചോനെ, പെട്ടു 99 കണ്ണെത്താ ദൂരം വിശാലമായ 99 കുറ്റപത്രം എന്റെ കയ്യിൽ തന്നപ്പോ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ മലക്കുകൾ ഒരിക്കലും ഇത് എഴുതിയതിൽ കള്ളം കാണിച്ചിട്ടില്ല. എനിക്ക് പ്രത്യേകമായ കാരണങ്ങളൊന്നും പറയാനില്ല. ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് രക്ഷപ്പെടാൻ ഇതിൽ ഒരു ചെറിയ തുരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് 99 ആ കുറ്റപത്രത്തിൽ നിന്ന് ഒരു പിത്താക്കത്തൊരു പേപ്പർ അങ്ങ് വലിച്ചെടുക്കുകയാണ്, ഒരു പേപ്പർ വലിച്ചെടുക്കുകയാണ്. ഇതേതെങ്കിലും വാറോലകളിൽ വന്നതല്ല പ്രിയപ്പെട്ട പെങ്ങളെ, കൃത്യമായി മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ടവരെ. ഒരു പേപ്പർ അങ്ങ് വലിച്ചെടുക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അഹ്മദ്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് സ്വീകരിക്കാൻ നമുക്കൊരു തടസ്സവുമില്ല. ഒരു പേപ്പർ 99 കുറ്റപത്രത്തിൽ നിന്ന് വലിച്ചു കീറുന്നു. ആ പേപ്പറിനകത്ത് നോക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ട് കലിമകളാണ് സഹോദരിമാരെ. ആ സമയത്ത് പടച്ചോൻ പറയുന്നു, ഈ കലിമ കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും, ഈ കലിമത്ത് കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും.
അതിനകത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ആരാധനക്കരകൻ അല്ലാഹുവല്ലാതെ മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് കഴിവില്ല. മുള്ള മുതൽ മൂർഖം പാമ്പ് വരെ, കല്ല് മുതൽ കാഞ്ഞിര കുറ്റി വരെ ഇല്ല, ഞാൻ ആരാധിക്കുന്നില്ല. എന്റെ ആരാധ്യൻ ഒരേ ഒരു ശക്തി മാത്രമാണ്. സർവനാഥനായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ആ കലിമ നമുക്ക് നാളെ വലിയ പവറായി 99 പുസ്തകത്തിന്റെ ഇടയിൽ നിന്ന് ഒരൊറ്റ പേപ്പർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഈ 99 കുറ്റപത്രവും ഒരു തട്ടിൽ വെച്ചിട്ട് ആ ഒരു പേപ്പർ അടുത്ത തട്ടിൽ വെക്കുമ്പോ അതിനെ ഭാരം തൂങ്ങുന്നു. അതാണ് അല്ലാഹുവിന്റെ റസൂല് മൂന്നാമത് പഠിപ്പിച്ചത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അതിന്റെ വക്താക്കളല്ലേ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയുടെ ആളുകളല്ലേ?